നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂപതിവ് നിയമ ചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വാത്തിക്കുടി ബ്ലോക്ക് ക്ഷീരസംഗമം നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നിന്ന ക്ഷീരസംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിൽ സ്കൂൾ ക്രിയേറ്റീവ് കോർണറിന്റെയും തൊടുപുഴ കാർഡ്സിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിക്കുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ വിദ്യാർത്ഥികൾക്ക് തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഭൂപതിവ് നിയമ ചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടയഭൂമിയിൽ നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന നിയമം നിലനിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് വൻ സാമ്പത്തിക താൽപര്യം മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഭൂപതിവ് നിയമചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ MLA വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ഏറെ നാളുകളായി ചർച്ചയിൽ നിൽക്കുന്ന ഭൂപതിവ് ചട്ട ഭേദഗതി സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്ത് പ്രസിദ്ധീകരിക്കുകയും അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും അവർ പ്രചരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയോടുകൂടി മലയോര മേഖലയിലെ, വിശേഷിച്ച് ഇടുക്കി ജില്ലയിലെ ഒക്കെ ഭൂപ്രശ്നങ്ങളുടെ 95% പരിഹരിച്ചു എന്ന നിലയിലാണ്. ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള, അങ്ങേയറ്റം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള, ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രചരണമാണ്. യഥാർത്ഥത്തിൽ ഈ ചട്ട ഭേദഗതിയിലൂടെ ഇടുക്കിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പട്ടയഭൂമി അനുഭവിക്കുന്ന, പട്ടയഭൂമിയുടെ ഉടമകളായിട്ടുള്ള ആളുകളുടെ ഇനി ഭാവിയിൽ പട്ടയം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ഈ ചട്ട ഭേദഗതികൾ ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും ഇടതുമുന്നണിയും തെറ്റിദ്ധാരണാപരമായ പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പട്ടയഭൂമിയിൽ നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന നിയമം നിലനിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് വൻ സാമ്പത്തിക താൽപര്യം മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ. ദേശീയബോധവും മതേതര സോഷ്യലിസം, ഈശ്വരവിശ്വാസം ഇവ മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തകർക്കാനും ഇല്ലാതാക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരായുധീകരണ ശക്തി കൊണ്ടും സ്നേഹവിപ്ലവം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തെ തുരത്തിയോടിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ജനോരവം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ പറഞ്ഞു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവരെ ശത്രുക്കളാക്കാനും പരസ്പരം തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ
അവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുറക്കെ വിളിച്ചു പറയുകയും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും ചെയ്തു ലോകത്തിന് മുന്നിൽ വിസ്മയമായി മാറിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ, മജ്ജയും മാംസവും ഉള്ള ഒരാൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത നൂറ്റാണ്ടിലുള്ളവർ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നത്. തന്റെ ജീവിതം മുഴുവൻ നാടിന് സമർപ്പിച്ച് നിരന്തരമായി യാത്ര ചെയ്ത് വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ജാതിമത വ്യത്യാസമില്ലാതെ, പണ്ഡിതനോ പാമരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ, ധനികനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ചേർത്തു നിർത്തി അന്തിമമായ പോരാട്ടത്തിന് രാജ്യത്തെ സജ്ജമാക്കിയ നേതാവായിരുന്നു. നാം ഇന്ന് കാണുന്ന ഇന്ത്യയും പുരോഗതിയും പൂർവിക നേതാക്കളും ഭരണാധികാരികളുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലഘട്ടത്തിലൂടെ സാധ്യമായതാണ്. ദേശീയബോധവും മതേതര സോഷ്യലിസം, ഈശ്വരവിശ്വാസം ഇവ മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തകർക്കാനും ഇല്ലാതാക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പ് സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടിക്കണക്കിന് രൂപയുടെ വികസനം വിവിധ ഏജൻസികൾ വഴി പ്ലാൻ ഫണ്ടിന് പുറത്തുനിന്ന് കണ്ടെത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരനെയും ഭരണസമിതിയെയും അനുമോദിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. അതിദരിദ്രർക്കുള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെയും ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി വർക്കർ, ഹെൽപ്പർ എന്നിവരെ ഡോക്ടർ മാത്യു കുഴൽനാടൻ MLAയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികളായ ബിന്ദു ശശി, MS ബെന്നി, ദീപ ഷാജു, KM സേദ്, ബേസിൽ യോഹന്നാൻ, ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സരി, പ്രിയ സന്തോഷ്, ശ്രീകല C, ഷജി ബെസി, UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുരം, വിവിധ രാഷ്ട്രീയ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ ടോമി ജോസഫ്, EM മൈക്കിൾ, PP സജീവ്, PS നജീബ്, ഷാജി വർഗീസ്, EA നിസാർ, MI കുര്യാക്കോസ്, മനോജ് നാരായണൻ, മുൻ പ്രസിഡന്റ് PK അലിക്കുഞ്ഞ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജന്മാർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പ്രവർത്തകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാതിരിക്കുക, ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകുക, എയ്ഡഡ് സ്കൂളുകളുടെ സുഗമമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകർക്കെതിരെയാണെങ്കിലും മാനേജ്മെന്റിനെതിരെയും ഒക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള നടപടികൾ അത് ശക്തമായ ഒരു സമരത്തിലൂടെ തന്നെ തുറന്നു കാട്ടേണ്ട ഒരു കാര്യമാണ്. എത്രയോ സമര പോരാട്ടങ്ങൾ നടത്തി നേടിയെടുക്കുന്ന അവകാശങ്ങൾ നമുക്കറിയാം. താരതമ്യേന ഏറ്റവും കുറച്ച് സമരം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകര് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് സ്വകാര്യ മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു സഹകരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓരോ ഗവൺമെന്റിനോടും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോടൊക്കെയുള്ള ആ നിലപാടുകൾ കൂടുതൽ കർക്കശമാക്കേണ്ട ഒരു അവസരമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എത്രത്തോളം മെല്ലെ പോകുന്നു അല്ലെങ്കിൽ സമവായത്തിന്റെ പാതയിൽ പോകുന്നു അത്രത്തോളം അവഗണനകൾ സഹിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. നമുക്കറിയാം, കോടതി വിധികൾക്ക് പോലും ഇവിടെ യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയാണ്.
സുപ്രീം കോടതി വിധിയുണ്ട്, ഹൈക്കോടതി വിധി വരെ ഉണ്ടായിട്ടും അത്തരത്തിലുള്ള വിധികൾ പോലും നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് ആർജവം കാണിക്കുന്നില്ല. അപ്പോൾ മനഃപൂർവമായ ഒരു നിലപാടാണ് ഇതിനുള്ളത്. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തി. പ്രകാശ് നാരായണൻ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി എബി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ കോമ്പയാർ സെന്റ് തോമസ് LPS ഹെഡ്മാസ്റ്റർ ബിജു ജോർജിനെ യോഗത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വാത്തിക്കുടി ബ്ലോക്ക് ക്ഷീരസംഗമം നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്ന ക്ഷീരസംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റിന് കീഴിലുള്ള മരിയാപുരം, വാത്തിക്കുടി, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലെ ക്ഷീരകർഷകരുടെ സംഗമമാണ് കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ, കേരള ഫീഡ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴി ക്ഷീരോത്പാദക സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ക്ഷീരസംഗമം നടന്നത്. ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം, ക്ഷീരകർഷക സെമിനാർ, കർഷകരെ ആദരിക്കൽ, ഡയറി എക്സ്പോ പ്രദർശനം എന്നിവയും ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി നടന്നു. ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസും, ക്ഷീരോത്പാദന നിർമ്മാണ പ്രദർശനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജനും, ക്ഷീര സെമിനാർ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷ മോഹനനും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും നമുക്ക് നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് നമുക്കെല്ലാം അഭിനന്ദനമാണ്. ഞാൻ അവർക്കൊന്നും വേണ്ടി വരുന്നില്ല. ഞാൻ അണക്കരയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അമ്മച്ചി ജീവിച്ചിരുന്നില്ല. അമ്മച്ചിയും അച്ഛായും മരിച്ചുപോയി. ഞാൻ അവർക്കൊന്നും ഞാൻ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്നത് ഞങ്ങളും 5-6 പശുക്കൾ ഉണ്ടായിരുന്നു. ആ പശുവിൻ പാല് എടുത്തുകൊണ്ട് നമ്മുടെ ആ പാത്രത്തിന് അണക്കര ആത്മഹത്യ പോയ കരുതവും പൂർവ്വാംശമാണ് ഇത് നൽകി. അപ്പോൾ അന്ന് ഈ മേഖലകളിലൊക്കെ അന്ന് കൃഷി ചെയ്യുന്ന മേഖലയായിരുന്നു. ആദ്യം ചിറ്റിയിൽ മാത്രമല്ലായിരുന്നു. ചിറ്റിയിൽ മാത്രമായിട്ട് യാതൊരു ഫലപ്രദമില്ലാത്ത മേടായിരുന്നു. ഇന്ന് നിങ്ങളൊക്കെ വന്നുകൊണ്ട് അണക്കരയിൽ ഇത്രയേറെ ഡെവലപ്പായ ഒരു പ്രദേശമില്ല. ERCM PU ചെയർമാൻ വത്സലൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. വാത്തിക്കുടി ബ്ലോക്കിന് കീഴിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ചടങ്ങിൽ ആദരിച്ചു. ആശംസ അറിയിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിനോയ് വർക്കി, സാന്ദ്രാമോൾ ജിന്നി, ആലിസ് വർഗീസ്, കഞ്ഞിക്കുഴി ആപ്കോസ് പ്രസിഡന്റ് TD സോമൻ, വാത്തിക്കുടി ക്ഷീരവികസന ഓഫീസർ അഞ്ചുമോൾ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ക്ഷീരസംഘം ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈറേഞ്ച് NSS യൂണിയൻ രാജാക്കാട് മേഖല കുടുംബ സംഗമം സമാഗമം 2025 സെപ്റ്റംബർ 28 രാജാക്കാട്ടിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടനാ ശക്തി വിളിച്ചറിയിച്ച റാലിയും സംഘടിപ്പിക്കും. നായർ സമുദായത്തിലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും സൗഹൃദവും സാഹോദര്യവും പരസ്പര സഹായ മനോഭാവവും വളർത്തിയെടുത്ത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി രാജാക്കാട് മേഖല കുടുംബ സംഗമം വിപുലമായ രീതിയിലാണ് നടത്തപ്പെടുന്നത്. ഈ മാസം 28 രാജാക്കാട് ക്രിസ്തു ജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോട്ടയം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് B. ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ശക്തി വിളിച്ചറിയിക്കുന്ന റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. NSS യൂണിയൻ ഭാരവാഹികൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, കരയോഗം ഭാരവാഹികൾ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും യൂണിയൻ പ്രസിഡന്റ് KS അനിൽകുമാർ, സെക്രട്ടറി PT അജയൻ നായർ, R. ബാലൻപിള്ള, KP രാജേഷ്, PB മുരളീധരൻ നായർ, MR അനിൽകുമാർ എന്നിവർ അടക്കമുള്ള നേതാക്കൾ രാജാക്കാട് NSS കരയോഗം ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സമാഗമം 2025 എന്ന പേരിൽ വണ്ടിപ്പെരിയാർ, കട്ടപ്പന, അടിമാലി, രാജാക്കാട്, തോപ്രാംകുടി, കൊച്ചറ, മറയൂർ അങ്ങനെ എല്ലാ മേഖലകളിലുമായിട്ട് മുഴുവൻ സമുദായ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുക. അതിൻ്റെ ഭാഗമായി രാജാക്കാട് മേഖലയിലെ കുടുംബ സംഗമം ഈ മാസം 28-ാം തീയതി രാജാക്കാട് ക്രിസ്തു ജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ B. ഗോപകുമാർ ആണ്. ഏതാണ്ടൊരു 1500-ൽ പരം സമുദായ അംഗങ്ങൾ പങ്കെടുക്കുന്ന
ഒരു വലിയ സമ്മേളനമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തലേദിവസം ഒരു വിളംബര ജാഥ, ഒരു 50ഓളം വാഹനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിളംബര ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് താലൂക്കിൻ്റെ എല്ലാ മേഖലകളിലും 4 റവന്യൂ താലൂക്കാണ് ഹൈറേഞ്ച് NSS യൂണിയൻ. ആ 4 റവന്യൂ താലൂക്കിലും ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നോടിയായി നമ്മളിവിടുന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും പ്രകടനമായി ആരംഭിച്ച് അത് ക്രിസ്തുജ്യോതി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുന്നതാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജകമണ്ഡലം വനിതാ വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറി റെനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ആശ ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചൊരോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി റെനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ആശ ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ട്രഷറർ അനിൽ ഞാളുമടം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് KB നൌഷാദ്, ഷിൻഡോ ഏലിയാസ്, KK വിശ്വനാഥൻ, മാമച്ചൻ ജോസഫ്, മെയ്തീൻ ഇഞ്ചുകുടി, ഫൗസിയ ജമാൽ, മായ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് രോഗികൾക്ക് കിറ്റ് വിതരണം, പാലിയേറ്റീവ് നഴ്സുമാരെ ആദരിക്കൽ, തുടർന്ന് ഓണ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. ന്യൂമാൻ കോളേജ് 1979, 1981 പ്രീ ഡിഗ്രി A2 ബാച്ച് റീയൂണിയൻ സംഘടിപ്പിച്ചു. പ്രൊഫസർ സിസ്റ്റർ സിബിയ യോഗം ഉദ്ഘാടനം ചെയ്തു. റീയൂണിയൻ കോർഡിനേറ്റർ ജോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചെന്നി K. അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. പഴയ ഓർമ്മകളും പുത്തൻ പ്രതീക്ഷകളുമായി ന്യൂമാൻ കോളേജ് 1979-81 പ്രീ ഡിഗ്രി A2 ബാച്ച് റീയൂണിയൻ ഒരിക്കൽ കൂടി സംഘടിപ്പിച്ചു. റീയൂണിയൻ കോർഡിനേറ്റർ ജോയ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രൊഫസർ സിസ്റ്റർ സിബിയ ഉദ്ഘാടനം ചെയ്തു. വലിയ ഇതുവാണല്ലോ, പഠിപ്പിച്ചു വിട്ടു, അവർ നാനാവശ്യത്തേക്കും പോയി. പിന്നെ അവർ കൊടുക്കുന്നതും അവരിൽ നിന്ന് പ്രസരിക്കുന്നതും എല്ലാത്തിനും ഒരു സോഴ്സായി തീരാൻ ദൈവവും അധ്യാപകരെ അനുഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിച്ച സാഹചര്യത്തിൽ എല്ലാവർക്കും എൻ്റേതായ സ്വാഗതം ആശംസിക്കുകയാണ്. ആദ്യം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് മുഖ്യ പ്രഭാഷണം നടത്തി. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രീ ഡിഗ്രി ബാച്ചിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം. സുധാകരൻ K. സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ പൂർവാധ്യാപകരായ CA ജോസഫ്, സിസ്റ്റർ ബെഞ്ചമിൻ, MM ജോർജ്, ആനി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. റെറ്റി തോമസ് യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. മോഹം സുഖമേഴും കൈപ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പഴും മോഹം. കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. കാറ്റാടിത്തണലും തണലത്തറമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും.
കാലം എത്ര മായ്ച്ചാലും നിറം മങ്ങാത്ത പഴയ ഓർമ്മകളും പുത്തൻ പ്രതീക്ഷകളുമായി തുടരും. മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയിലായി മതിയാവില്ലൊരു മനസ്സുകളുടെ പ്രണയക്കുളിരും. നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ പാലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്കായി നവ്യ ഡയറി ഫാംസിന്റെ പശുവിൻ പാൽ. നവ്യ ബേക്കേഴ്സിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും നവ്യ പശുവിൻ പാൽ ലഭ്യമാണ്. ശുദ്ധമായ പാൽ അതേപടി തിളപ്പിച്ച് ചായയാക്കുമ്പോൾ കിട്ടുന്ന രുചി പാക്കറ്റ് പാൽ ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. അതിനുള്ള പ്രധാന കാരണം മിക്ക പാക്കറ്റ് പാലിലും വരുന്നത് വെണ്ണയും നെയ്യും വേർതിരിച്ച പാലാണ്. അവിടെയാണ് നവ്യ പശുവിൻ പാൽ വ്യത്യസ്തമാകുന്നത്. നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത ശുദ്ധമായ പശുവിൻ പാലാണ് പാക്കറ്റിലാക്കി നമ്മുടെ അടുത്ത് എത്തുന്നത്. സ്വന്തം ഫാമിലെ പശുവിൽ നിന്നുള്ള പാൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നവ്യ പശുവിൻ പാൽ വിപണിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സ്വന്തം ഫാമിലെ നവ്യയുടെ സ്വന്തം ഫാമിലെ പാലാണ് നമ്മളിവിടെ നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ഉപയോഗങ്ങൾക്കും നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് വരുന്ന പാലാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നെയ്യും വെണ്ണയും ഒന്നും വേർതിരിക്കാതെ നമുക്ക് പാലെടുക്കുന്നത്. നമ്മൾ മറ്റ് കമ്പനികളുടെ പാലൊക്കെ വാങ്ങിച്ച് പാച്ചറൈസറൊക്കെ ചെയ്തു പോകുന്നതാണ്. നമുക്ക് വീട്ടിലെ നാടൻ രീതിയിൽ പശുവിൻ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ആ പാലിൻ്റെ ഉൽപ്പാദനമാണ് നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം. അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഓൺ പ്രൊഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പാല് കൊണ്ടാണ്. പാലിനോടനുബന്ധിച്ച് പാലിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഡെയിലി രാവിലെ എവിടെയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ 9 മണിയാകുമ്പോൾ തന്നെ പാലെത്തും. നമുക്ക് ഡെയിലി നമ്മുടെ വിശ്വസ്തമായി നമ്മുടെ സ്വന്തം ഫാമിലെ പാല് ഉപയോഗിക്കാം. നവ്യ ബേക്ക് ഷോപ്പിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും നവ്യ പശുവിൻ പാൽ ലഭ്യമാണ്. തൊടുപുഴയിൽ 2 നവ്യ ബേക്ക് ഷോപ്പാണ് ഉള്ളത്. പാലാ റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപവും റോട്ടറി ജംഗ്ഷനിലുമാണ് 2 ഔട്ട്ലെറ്റുകൾ ഉള്ളത്. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിൽ സ്കൂൾ ക്രിയേറ്റീവ് കോർണറിന്റെയും തൊടുപുഴ കാർഡ്സിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിക്കുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ വിദ്യാർത്ഥികൾക്ക് തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EH ഫൈസൽ, മദർ PTA പ്രസിഡന്റ് KS സൂര്യ സുരേഷ്, SMC ചെയർമാൻ ഷമീർ കുഞ്ചാവീടൻ, ഹെഡ് മിസ്സസ് സ്വപ്ന MR, സ്റ്റാഫ് സെക്രട്ടറി സബീന ബഷീർ എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം 2025 പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സമാപന സമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് സ്കൂൾ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം 2025 പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സബ് ജില്ലയിലെ 97 സ്കൂളുകളിൽ നിന്നുമായി 700 കുട്ടികൾ മാറ്റുരച്ച സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെയാണ്, അല്ലെങ്കിൽ അതോടൊപ്പം അതിലേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സർഗോത്സവങ്ങൾക്കെല്ലാം വലിയ ഒരു കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ഇതെല്ലാം ശ്രദ്ധേയമാകുന്നത്. ഇന്നിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ മേളകൾ, ആ സ്കൂൾ കലോത്സവങ്ങളും സ്കൂൾ മേളകളും ഒക്കെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവങ്ങളാണ്. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമാണ്. അത് കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടാണെങ്കിലും അതിൻ്റെ സംഘാടന മികവ് കൊണ്ടാണെങ്കിലും ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസാണ് ഓരോ കുട്ടികളും കാഴ്ചവെക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അധ്യക്ഷയായി. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് സ്കൂൾ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KB സജീവ്, BPCT H ബിനിയത്ത്, HM പ്രതിനിധി നിയാസ് മെയ്ദീൻ, ഹെഡ്മാസ്റ്റർ PN സജിമോൻ, പ്രിൻസിപ്പൽമാരായ P ഉഷ, സുനിത രമേശ്, ഹൈസ്കൂൾ HM ഫോറം സെക്രട്ടറി സിസ്റ്റർ റിനി മരിയ, പ്രൈമറി HM ഫോറം സെക്രട്ടറി വിൻസെന്റ്, അലി അൾട്ടിമ, KH മക്കാർ, രാജേഷ് പ്രഭാകർ, MR ശൈലേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കിക്ക് ആവശ്യം ക്രമവൽക്കരണമല്ല, മറിച്ച് പട്ടയഭൂമിയുടെ യഥേഷ്ടമായ വിനിയോഗത്തിനുള്ള സ്വാതന്ത്ര്യമാണെന്ന് സേനാപതി വേണു നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
പുതിയ നിയമവും ചട്ടവും പ്രകാരം അത് പൂർണ്ണമായും തടയപ്പെട്ടിരിക്കുന്നു. ഇത് ഇടുക്കിക്കാർ അനുഭവിക്കാൻ പോകുന്ന തുഗ്ലക് പരിഷ്കാരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. 1960 മുതൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ കെട്ടിടങ്ങളും കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന സർക്കാർ നിബന്ധനകൾ പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതാണ്. കെട്ടിട നികുതി, ഭൂനികുതി, പെർമിറ്റ് ഫീസ്, വൈദ്യുതി ചാർജ്, വാട്ടർ ചാർജ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ വിവിധ ഫീസുകൾ എന്നിവ കൃത്യമായി അടച്ചാണ് ഓരോ കെട്ടിടവും നിർമ്മിച്ചത്. ഇത്തരത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കണം എന്നതിലെ യുക്തി എന്താണെന്ന് സർക്കാർ പറയണം. ഇടുക്കിക്ക് ആവശ്യം ക്രമവൽക്കരണമല്ല, മറിച്ച് പട്ടയഭൂമിയുടെ യഥേഷ്ടമായ വിനിയോഗത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. പുതിയ നിയമവും ചട്ടവും പ്രകാരം അത് പൂർണ്ണമായും തടയപ്പെട്ടിരിക്കുന്നു. ഇത് ഇടുക്കിക്കാർ അനുഭവിക്കുവാൻ പോകുന്ന തുഗ്ലക് പരിഷ്കാരമാണെന്നും സേനാപതി വേണു നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ ബില്ല് പ്രകാരം അല്ലെങ്കിൽ ഈ പുതിയ നിയമപ്രകാരം 1960 ഉണ്ടായ ഒരു നിയമപ്രകാരം തുടർന്ന് വന്ന 65 വർഷക്കാലം 1960 മുതൽ 2024 അല്ലെങ്കിൽ 2025 വരെ ഇടുക്കി ജില്ലയിൽ നിർമ്മിച്ചിരിക്കുന്ന മുഴുവൻ നിർമ്മിതികളും ഇപ്പോൾ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം അത് ക്രമവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്. അപ്പോൾ പുതുതായി ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. നാളിതുവരെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ ക്രമവൽക്കരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നിയമവിധേയമാക്കുന്നതിന് പുതിയ ബില്ലും ആ ബില്ലിനോടനുബന്ധിച്ചുള്ള ഒരു നിയമവും ചട്ടവും ഗവൺമെന്റ് പുതുതായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ അനുവദിച്ചിരിക്കുന്ന പട്ടയ ഭൂമിയിൽ പട്ടയ ഉടമയ്ക്ക് അവൻ ആവശ്യമുള്ള നിർമ്മിതി അത് നിർമ്മിക്കുന്നതിനുള്ള അനുമതി ഉണ്ടാകും. അതിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപാധിരഹിതമായ പട്ടയം. ആ ഉപാധിരഹിതമായ പട്ടയമാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആവശ്യം. അതിന്റെ സ്ഥാനത്ത് ആളുകളെ മുഴുവൻ നിയമക്കുരുക്കിലിട്ടിട്ട് അവൻ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി അവന്റെ ജീവിതം പാഴാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ബില്ലും ഈ പുതിയ ബില്ലിന്റെ ചട്ടവും സത്യത്തിൽ ഇത് നിയമവിരുദ്ധം മാത്രമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് അടിയന്തരമായിട്ട് പിൻവലിക്കുകയാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നതാണ് ഞങ്ങൾക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ കാര്യത്തിലുള്ള UDFന്റെ പ്രതിഷേധവും ജനങ്ങളുടെ ആശങ്കയും അത് അറിയിക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രതിഷേധം അറിയിക്കുന്നതിനും നാളെ 2 മണിക്ക് ബഹുമാനായ UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് സാറ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാവ് ശ്രീ PJ ജോസഫ് സാറ് ഒക്കെ പങ്കെടുക്കുന്ന ഈ ബില്ലിനെതിരെയുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വികാരത്തെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ നാളെ കട്ടപ്പനയിൽ നടക്കുകയാണ്. പട്ടയത്തിന്റെ കോപ്പി, നിജസ്ഥിതി അഥവാ ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, കരമൊടുക്കിയ പുതിയ രസീത്, കെട്ടിടത്തിന്റെ അപ്രൂവ്ഡ് പ്ലാൻ, കെട്ടിട നിർമ്മാണ അനുമതി തുടങ്ങി 7ഓളം വിവിധ രേഖകളാണ് പുതിയ നിയമപ്രകാരം സർക്കാർ ആവശ്യപ്പെടുന്നത്. 2006 മുൻപ് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലായിരുന്നു എന്നതാണ്. ഇല്ലാത്ത പെർമിറ്റ് എവിടെ നിന്നും ആളുകൾ സംഘടിപ്പിക്കും? ക്രമവൽക്കരണത്തിനായി ഈടാക്കുന്ന ഫീസാണ് ആളുകളുടെ മേലുള്ള അടുത്ത പ്രഹരം. 5% മുതൽ 40% വരെ ഫെയർ വാല്യൂ ഈടാക്കുകയെന്നത് വൻ കൊള്ളയ്ക്കുള്ള പുറപ്പാടാണ്. ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമുള്ള കരിനിയമം അടിയന്തരമായി പിൻവലിച്ച് പുതിയ ചട്ടം കൊണ്ടുവരണം. ഭൂപതിവ് ഭേദഗതി നിയമവും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി ബില്ലും അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താനാണ് സർക്കാരിന്റെ നീക്കം. വർഷങ്ങളായി ഭരണത്തിലിരുന്നിട്ടും ഏതാനും മാസങ്ങൾ മാത്രം കാലാവധി അവശേഷിക്കെ പുതിയ നിയമവുമായി വന്നിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നും ജനങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് അമ്പഴത്തിനാൽ, MS മഹേശ്വരൻ, KR രാമചന്ദ്രൻ എന്നിവരും നെടുങ്കണ്ടത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഇടുക്കി ജില്ലയിലെ പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു. ചെയർമാൻ PS സെബാസ്റ്റ്യൻ, സെക്രട്ടറി MD അർജുൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന് മുന്നിൽ പ്രതിജ്ഞാവാദ്യം ഏറ്റുചൊല്ലി. ഭാരവാഹികളായ AP ഉസ്മാൻ, PM ഫ്രാൻസിസ്, S സുമതിക്കുട്ടി, PS ഭോഗീന്ദ്രൻ, PJ ജോസഫ്, ഷാജി നെല്ലിപ്പറമ്പിൽ, KM ജലാലുദ്ദീൻ, റോബിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. മഹത്തായ അടിസ്ഥാന തത്വങ്ങളായ ഏകാരുണ്യം, ചേരിചേരായ്മ, നിഷ്പക്ഷത, സ്വാതന്ത്ര്യം, സന്നദ്ധ സേവനം, ഐക്യമത്യം, സാർവലൗകികത എന്നിവയെ ഉൾക്കൊണ്ടും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സൊസൈറ്റിയുടെ മുദ്രയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സൊസൈറ്റി അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭൂപതിവ് നിയമ ചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വാത്തിക്കുടി ബ്ലോക്ക് ക്ഷീരസംഗമം നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നിന്ന ക്ഷീരസംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡാരിച്ചൻ നീർനാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിൽ സ്കൂൾ ക്രിയേറ്റീവ് കോർണറിന്റെയും തൊടുപുഴ കാർഡ്സിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിക്കുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ വിദ്യാർത്ഥികൾക്ക് തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.